നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് എനിക്കറിഞ്ഞൂടാ. നമ്മൾ പഴയ മലയാളം സിനിമയൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ പഴയ ഇന്ത്യൻ സിനിമയൊക്കെ കാണുമ്പോൾ അതിലൊരു കോളേജ് കാലഘട്ടങ്ങളിലെ പിള്ളേരെന്ന് വെച്ചാൽ ഒരു 20-18 വയസ്സുള്ളവരെ കണ്ട ഭയങ്കര പ്രായം തോന്നിക്കും. ഇന്നത്തെ ഒരു 30-35 വയസ്സുള്ളവരെ പോലെ നമുക്ക് തോന്നിക്കും. പക്ഷേ ഇന്ന് അതേ പ്രായമുള്ള 20-18 കോളേജിൽ പഠിക്കുന്ന പിള്ളേരെ കണ്ടാൽ അല്ലെങ്കിൽ ഇന്നത്തെ സിനിമയിൽ ഇല്ലെങ്കിൽ ഇന്ന് യഥാർത്ഥത്തിൽ കോളേജിലൊക്കെ പഠിക്കുന്നവരെ കണ്ടാൽ ഭയങ്കര പ്രായം കുറവായിട്ട് തോന്നും. ഇതിനെന്താണ് കാരണം? അന്നത്തെ ക്യാമറയുടെ അതിൻ്റെ ഒരു പ്രശ്നമല്ല. കാരണം നമ്മൾ അതേ ക്വാളിറ്റിയിൽ ഇന്ന് തന്നെ നോക്കിയാലും ഇന്നത്തെ പിള്ളേർ ഇന്നത്തെ 20 വയസ്സുള്ളവരെ കണ്ടാൽ നല്ല പ്രായം കുറവ് തോന്നിക്കും ആ ഏജിനേക്കാളും. പക്ഷേ അന്നത്തെ 20 വയസ്സിന് ഒരു 30-35 വയസ്സിൻ്റെ ഒരു ലുക്കും തോന്നിക്കും. ഇതിനെന്താണ് കാരണം? ഇത് സത്യത്തിൽ നല്ലതാണോ മോശമാണോ? സത്യത്തിൽ ഇത് നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം നമ്മുടെ ഹെൽത്ത് കെയറും ഇന്നത്തെ ആളുകൾക്ക് കിട്ടേണ്ട ന്യൂട്രീഷനും നന്നായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. എല്ലാവർക്കും പണ്ട് ഭയങ്കര റിച്ച് ആയിട്ടുള്ള ആളുകൾക്ക് കിട്ടുന്ന എല്ലാ ന്യൂട്രീഷനും ഹെൽത്ത് കെയറും ഇന്ന് എല്ലാ സാധാരണക്കാർക്കും കിട്ടുന്നുണ്ട്. അതാണ് മെയിൻ കാരണം. അതുകൊണ്ടാണ് ഇന്നത്തെ ആളുകൾ നമുക്ക് ഭയങ്കര ഹെൽത്തിയും യങ്ങറുമായിട്ട് തോന്നുന്നത്. പക്ഷെ എന്നാലും നിങ്ങൾക്ക് ഡൗട്ട് വരാം. നമ്മൾ പണ്ടത്തെ ആളുകളുടെ വീഡിയോ ഒക്കെ എടുത്ത് നോക്കി, ആ വീഡിയോസിൽ കുറേ ആളുകൾ സ്ട്രീറ്റിൽ കൂടി നടന്നു പോകുമ്പോൾ അവരൊക്കെ ഭയങ്കര ലീനും ഭയങ്കര ഹെൽത്തി ആയിട്ട് തോന്നും അവരുടെ ബോഡി. പക്ഷേ ഇന്നത്തെ ആളുകൾ നോക്കിയാൽ കുറേ ഒബീസായിട്ടുള്ള ആളുകളുണ്ട്. പക്ഷേ ഞാൻ അതല്ല പറയുന്നത്, അതൊരു പ്രശ്നമാണ് ഇന്നത്തെ ജനറേഷനിൽ. പക്ഷേ അവരുടെ സ്കിന്നും അവരുടെ ഓവറോൾ ഒരു ഹെൽത്ത് നോക്കിയാൽ ഇന്നത്തെ ആളുകളാണ് ഹെൽത്തി അന്നത്തെ ആളുകളെക്കാൾ കൂടുതൽ. പിന്നെ ഇപ്പോഴത്തെ ജനറേഷനിൽ വന്ന പുതിയൊരു മാറ്റമാണ് സ്കിൻ കെയർ പ്രോഡക്ട്സിൻ്റെ യൂസ്. ഇത് നന്നായിട്ട് ഇപ്പോഴത്തെ ജനറേഷൻ നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാവരും അവരുടെ സ്കിന്ന് നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ പണ്ടത്തെ ആളുകൾ അത് ഒട്ടും ചെയ്യുന്നില്ല. പിന്നെ വരുന്ന ഏറ്റവും മെയിൻ കാര്യമാണ് എക്സ്പോഷർ ടു സൺലൈറ്റ്. കാരണം അന്നത്തെ ആളുകൾ മിക്കപ്പോഴും സൺലൈറ്റിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് സൺലൈറ്റിൽ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ അത് വളരെ കുറവാണ്. ഇന്നത്തെ ജനറേഷൻ മൊത്തം ബിൽഡിങ്ങിൻ്റെ അകത്ത് AC റൂമിലിരുന്നാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ സ്കിന്നിന് അത്രയും സൺലൈറ്റ് എക്സ്പോഷർ കിട്ടുന്നില്ല. അപ്പോൾ അവരുടെ സ്കിൻ അത്രയും ഹെൽത്തി ആയിട്ട് നിൽക്കും. പിന്നെയുള്ള കാര്യം വെച്ചാൽ ഫാഷൻ ആൻഡ് ഗ്രൂമിങ്ങും പുതിയ ജനറേഷൻസിൻ്റെ ഇടയിൽ നന്നായിട്ട് കൂടി. കാരണം പണ്ടത്തെ ജനറേഷനെ പോലെ നമ്മൾ ട്രെൻഡിൽ ഭയങ്കര പുറകിലല്ല. പണ്ടെന്ന് വെച്ചാൽ ട്രെൻഡ്സിൻ്റെ പുറകെ ആളുകൾ ഭയങ്കര കുറവായിരുന്നു. അവരുടെ വീട്ടിലുള്ള വൃദ്ധമായി ഫോളോ ചെയ്യുന്ന ട്രെൻഡായിരിക്കും അവർ ഫോളോ ചെയ്യുന്നത്. വൃദ്ധമായി ഇടുന്ന വേഷമായിരിക്കും അവർ ഫോളോ ചെയ്യുന്നത്. പക്ഷേ ഇന്നല്ല. ഇന്ന് VH1 ഒരു പാട്ട് കണ്ട് അതിലെ ഒരു സിംഗറോ ഒരു മോഡലോ ഇടുന്ന ഡ്രസ്സായിരിക്കും നാളെ ഇവിടുത്തെ കോളേജിൽ ഇട്ടുകൊണ്ട് വരുന്നത്. അപ്പം അത്രയ്ക്ക് മാറി. ഗ്ലോബലൈസേഷൻ കാരണം എല്ലാത്തിലും ഭയങ്കര പെട്ടെന്ന് ചേഞ്ചസ് ഉണ്ട്. അതുകൊണ്ടും ഒരു കാരണമാണ് നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷൻ ഭയങ്കര യങ്ങറായിട്ട് തോന്നാൻ. പിന്നെ അതുമാത്രമല്ല, സോഷ്യൽ മീഡിയ പ്രസൻസ് ഒരു വലിയ കാര്യം തന്നെയാണ്. കാരണം സോഷ്യൽ മീഡിയ ഉള്ളപ്പോൾ ആളുകൾക്ക് എപ്പോഴും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിരിക്കണം, അതിൽ പോസ്റ്റുകൾ ഇടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആളുകൾ സ്വന്തമായിട്ട് തന്നെ ഒന്ന് അവെയറാകും. അപ്പം അങ്ങനെ ഇപ്പോഴത്തെ ആളുകളെ നമുക്ക് കുറേ യങ്ങറായിട്ട് തോന്നിക്കുന്നുണ്ട്. പക്ഷേ എന്തൊക്കെ നോക്കിയെന്ന് പറഞ്ഞാലും അതെല്ലാം കറക്റ്റ് തന്നെ. കാരണം നമ്മുടെ ഹെൽത്ത് കെയർ, നമ്മുടെ മെഡിക്കൽ സിസ്റ്റം എല്ലാം നന്നായിട്ട് ഇമ്പ്രൂവ് ആകുന്നുണ്ട്. അപ്പം ആളുകളുടെ ആവറേജ് ലൈഫ് സ്പാനും ഇപ്പം നന്നായിട്ട് കൂടുന്നുണ്ട്. ഇനി ചിലപ്പോൾ നമ്മുടെ ആവറേജ് ലൈഫ് സ്പാൻ ഒരു 30 വർഷമൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ 100 വയസ്സൊക്കെ ആയിരിക്കും. പക്ഷേ ഒബീസിറ്റീൻ്റെയും അൺഹെൽത്തി ലൈഫിൻ്റെ കാര്യത്തിൽ ഇപ്പോഴത്തെ ജനറേഷൻ ഭയങ്കര ബാക്കിലാണ് പണ്ടത്തെ ജനറേഷനേക്കാളും. അത് ഏറ്റവും വലിയൊരു ബാഡ് എഫക്ട്സ് ആണ്. പക്ഷേ ഇതൊക്കെ മാറി. കാരണം നമ്മുടെ മൂവീസും നമ്മുടെ വേറെ കുറേ ഇൻഡസ്ട്രീസ് എല്ലാം ഫിറ്റ്നസ്സിനെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പം അത് ഫോളോ ചെയ്ത് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ചിലപ്പോൾ ഫിറ്റ്നസ്സിൻ്റെ പുറകെ പോയി ചിലപ്പം നമ്മുടെ ഒരു ആവറേജ് ലൈഫ് സ്പാൻ നന്നായിട്ട് കയറാനും ചാൻസ് ഉണ്ട്. ഇപ്പോൾ വൈൻഡപ്പ് ചെയ്ത് പറയുവാണെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷൻ സത്യം നല്ല സുഖത്തിലാണ് ജീവിക്കുന്നത്. നമ്മൾ പണ്ടത്തെ ജനറേഷൻ നമ്മളൊക്കെ ചിലപ്പോൾ വിചാരിക്കും പണ്ട് ജീവിച്ചാൽ മതിയെന്ന്, പണ്ട് എന്ത് സുഖമായിരുന്നു. പക്ഷേ തെറ്റാണ്. ഇപ്പോഴാണ് ഏറ്റവും നല്ല സുഖം. ഇനി ഫ്യൂച്ചർ ആകുമ്പം അതായിരിക്കും ഏറ്റവും നല്ല സുഖം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.